സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പണിൽ പോവാം. ഓപ്പൺ ഇനി ഇവിടെ വരാം. ഫയൽ എവിടെയുള്ള വെച്ചാൽ അവിടുന്ന് എടുക്കുക. ഇതിലൊരു ഫയൽ ഓക്കെ. ഏതിലൊരു ഫയൽ സപ്പോസ് അതെ. ഏത് ഫയൽ വേണം? DXF. ഓക്കെ. ഓപ്പൺ അടിക്കുന്നു. നമ്മൾ 244 ആ മറ്റേ ഇതിൻ്റെ സൈസ്. ഓക്കെ ഓക്കെ അടിച്ചു. ഓക്കെ ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഫയൽ ഇവിടെ വരും. ഫയലിനെ സെലക്ട് ചെയ്യാം. ഇത് മറ്റേ ഇതിനെ ചെയ്തിട്ടുണ്ട്. സജഷൻ എടുത്തിട്ട് ആട്ടോർക്ക് ഫുൾ എനിക്കെടുക്കണം. നീ ചെക്ക് സജേഷ്, നീ ഓപ്പൺ ചെയ്ത് നീ കണ്ടുപിടിച്ച് എനിക്ക് ഇത് റെഡ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റെഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫോം വെക്ടേഴ്സ് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ട്രാൻസ്ഫോം വെക്ടേഴ്സ്. ആ ഇമേജ് റെഫർ ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ ആക്ച്വൽ വാല്യൂ കൊടുക്കുന്നു. സ്കെയിൽ 1000 ആയി കൊടുത്താൽ മതി. ഒരു മിനിറ്റ്. ലെഫ്റ്റ് സൈഡിലെ? അതെ, കാരണം ഇത് മില്ലിമീറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1000 ആയി കൊടുത്താൽ മതി. അപ്പോൾ ആക്ച്വൽ സൈസ് വരും. സ്കെയിൽ ഓക്കെ. അപ്ലൈ ചെയ്യാം. ഇതാണ് ആക്ച്വൽ സൈസ്. ഓക്കെ. അതിനുശേഷം ഇതിനെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. കട്ട് ചെയ്യാനുള്ള ടൂൾ പാത്ത്. ഇവിടെ ടൂൾ പാത്ത് ഇതാ. ലെഫ്റ്റ് സൈഡിലെ ഇതാ ടൂൾ പാത്ത്. ഓക്കെ. ടൂൾ പാത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, 2D പ്രൊഫൈലിംഗ്. ഇത് ക്ലിക്ക് ചെയ്യാം. 2D പ്രൊഫൈലിംഗ്. ഓക്കെ. പ്രൊഫൈലിംഗ് ടൂൾ. ഇവിടെ സ്റ്റാർട്ടപ്പ് എവിടെ? സ്റ്റാർട്ടപ്പ് 0. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിനിഷ് ഡെപ്ത് നമ്മൾ ഏതാണ് മീഡിയ 18 ആണെങ്കിൽ നമ്മളൊരു 20 കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബിറ്റ് സെലക്ട് ചെയ്യാം. ബിറ്റ് സെലക്ട് ചെയ്യാം. 3mm ഇവിടെ ഒരു വാല്യൂസ് ഉണ്ട്. ആദ്യം സ്റ്റെപ്പ് ഡൗൺ ഏത് പാസ്സാ കൊടുക്കണം? 5 പാസ്സാണോ ഏതാ കൊടുക്കണെന്നുണ്ടെങ്കിൽ 5 അങ്ങനെ 5 കൊടുത്താൽ മതി. അപ്പൊ 4 പ്രാവശ്യം താഴും. അത് 420. പിന്നെ ഇത് വന്നിട്ട് 40, ഇത് 30 കൊടുക്കുക. മെറ്റീരിയൽ എന്നുള്ളത് എപ്പോഴും 20 ഇത് 6mm വേണ്ടിയാ നോർമൽ അല്ലേ? അതെ. 3mm സെയിം. സ്പിൻഡിൽ സ്പീഡ് ഇവിടെ പറഞ്ഞുതരാം. 6mm വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ 3mm ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ വന്നിട്ട് കണ്ടു ഈ മെറ്റീരിയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇത് 20 തന്നെ കൊടുത്താൽ മതി, പ്രശ്നമില്ല. അതെ, 20 കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഇനി നമ്മൾ നൗ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് ആ സാധനം വന്നിട്ടുണ്ടാവും, കട്ടിങ്. ഇപ്പൊ ആ സാധനം വന്നു. ഇനി നമ്മൾ സേവ് ചെയ്യണം ഫയലിനെ. മുകളിൽ ടൂൾ പാത്തിൽ പോവാ, സേവ് ടൂൾ പാത്ത്. മുകളിൽ ടൂൾ പാത്ത്, സേവ് ടൂൾ പാത്ത്. ഇനി ഇങ്ങോട്ട് ഈ സാധനം ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ ഇങ്ങോട്ട് വരും. സേവ്, പേര് കൊടുക്കുക. സേവ് ചെയ്യാം. എവിടെയാണോ നമ്മൾ സേവ് ചെയ്യേണ്ടത് പൊസിഷൻ കാണിച്ചു കൊടുക്കുക. സേവ് അടിക്കുക. കഴിഞ്ഞു. ആ സാധനം ഇവിടെ കിടക്കണ്ട.